ഡിവോഷണൽ റൗണ്ട് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഡിവോഷണൽ റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു പാർവതി. പാർവതി. എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാം. ഓക്കെ ബിനി ചേച്ചി. അല്ല ഞാൻ പറയാം, ഞാൻ പറയട്ടെ.
എനിക്ക് ഭയങ്കര എന്നാ ഇഷ്ടമായി രഞ്ജിനി ഉണ്ണിക്കണ്ണന്റെ പാട്ട്. ശരി, എന്ത് രഞ്ജിനി രസായിട്ടാ എന്നാ ചേച്ചി? പാടിയേ. ഞാൻ ബാക്കിയുള്ളതൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഉണ്ണി വാ, ഉറങ്ങാൻ വാ, ഊണ് കഴിക്കാൻ വാ എന്നൊക്കെ പറയുമ്പോ ഉണ്ണി എന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ. രസായിട്ടാ. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ആ ആ ഉണ്ണി വാ ഉണ്ണാൻ വാ അനുപല്ലവി കഴിഞ്ഞ് ചരണം കഴിഞ്ഞ് സെക്കൻഡ് ചരണം കഴിഞ്ഞിട്ട് ഈ പ്ലേസിലൊക്കെ ഞാൻ വിളിച്ച് ഉണ്ണി വന്നു കണ്ടോ, ഉണ്ണി വന്നു എന്ന് എഴുതി ഉണ്ണി വെച്ചിരിക്കുന്നു. വന്നു. അയ്യോ എന്റെ ഭഗവാനെ, ഭയങ്കര രസമായിരുന്നു. ഉണ്ണി വന്നു, അതാണ് ഇതിലെ എന്തൊരു main. വിളിയാണ് വാ എന്ന് പറയുന്നതിലുള്ളൊരു എന്നിട്ട് ആ ഉണ്ണിയോടുള്ള സ്നേഹം മുഴുവൻ ഈ പാട്ടിൽ ഞാൻ എനിക്ക് ഫീൽ ചെയ്തു. കണ്ണു അടച്ചിരുന്ന് ഞാനത് കേട്ടു ഒരു സാധനം എഴുതി. അസാധ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിടോ. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വേണ്ടത്. നമ്മൾ ആരെ വിളിക്കുന്നോ അവരും വിളിയേക്കുന്നോ നമ്മളും കൂടെ കേട്ട് നിൽക്കുകയാണേ. അസാധ്യം, എന്ത് രസമായിരുന്നു. പുറയിൽ ഉണ്ണിക്കണ്ണനും എല്ലാം കൂടെ ഭയങ്കര രസമുണ്ടായിരുന്നു. കണ്ണ് വെക്കാതിരിക്കട്ടെ ഈ പാട്ടിന്. അത്രയും നന്നായി പാടി. കഴിഞ്ഞു എന്റെ കോമന്റ്. മാസ്റ്റർ ദേവരാജ് മാസ്റ്റർ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം, ഈ ജോണറിലുള്ള ബ്യൂട്ടിഫുൾ സോങ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ല, പക്ഷെ ഇതിലത്തെ നുവാൻസസ് ആണ് പാടി ഒപ്പിക്കാൻ പാട്. അത് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഫീൽ കൊണ്ടുവരാൻ, അതായത് പാടി ഒരുപാട് ഗമങ്ങളും സംഗതികളും സ്വരങ്ങളും അതൊന്നുമില്ല. സിംപ്ലിസിറ്റി. ആ സിംപ്ലിസിറ്റിയെ മനോഹരമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദാറ്റ് യു ഡിഡ് ടുഡേ. താങ്ക് യു സർ, താങ്ക് യു. ഒരു സ്ഥലം മാത്രം അമ്പാടി തന്നീരുണ്ണി, അതൊന്ന് പാടിയേ. അമ്പാടി തന്നീലൂരുണ്ണി ഉണ്ണി ആ നോട്ട്, ഉണ്ണി. ആ കറക്റ്റ് നോട്ട് അത് വരണം കേട്ടോ. ആ അത് ഓൾമോസ്റ്റ് ദയർ, അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അടുത്ത ലൈൻ അഞ്ജന കണ്ണനാമുണ്ണി. ആ അത് അടുത്തത് ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ. അത് കുറച്ചുകൂടി ഗോപി പൂ പൂ. അത് ഫാസ്റ്റ് ആയിട്ട് പാടിയാൽ മതി. ആ അതങ്ങനെ വരണം. ക്ലാരിറ്റിയുടെ ഞാനിപ്പോ പിന്നീട് കൂടി ഇരുന്നിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങി. അതിലത്തെ ഒരു മാസ്റ്റർ പീസ് സംഗതിയാണ്. ദാറ്റ് വാസ് നോട്ട് പെർഫെക്റ്റ്, അതർവൈസ് എവറിഥിങ് വാസ് സൂപ്പർ. താങ്ക് യു സർ. ഓക്കെ, ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ് യു. പിന്നെ ചേച്ചി പാർവതികുട്ടി നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കാരണം Thank you. ഇപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാം തേർഡ് ചരണത്തിലെ ഉണ്ണിക്ക് കളിക്കാൻ വൃന്ദാവൻ അവിടെയും ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി കഴിഞ്ഞാൽ നല്ല എന്തൊരു ഫീൽ ആയിട്ടാണ് പാടിയത്. എനിക്ക് തോന്നി അവര് കണ്ണനാമുണ്ണീവാ അതൊന്നോടെ ഒന്ന് കൊക്കിയിട്ട് പിടിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയത്. മോള് പാടിയപ്പോ കണ്ണനാമുണ്ണീവാ അല്ലേ, കണ്ണനാമുണ്ണീവാ. ഒന്നോടെ ഒന്ന് വിളിച്ച പക്ഷെ വാല് കിട്ടുന്നുണ്ടായിരുന്നു, ആ വാല് വന്നു പോവും. ഉണ്ണിയില് പോയി, പക്ഷെ വാ എന്ന് പറയുമ്പോ ഉണ്ണി കേട്ടിട്ടില്ലേ ശരിക്കും, പക്ഷെ ഉണ്ണി വരും. ആ വിളിച്ചല്ലോ. അതുപോലെ എവരി തേർഡിലുണ്ടല്ലോ പ്രിയനാഥ, അത് ആ ട്യൂണുള്ള എല്ലാ ചരണത്തിലും ആ ഒരു പോർഷൻ എന്തൊരു രസമായിരുന്നു. എല്ലാം അതൊന്ന് തരിവള മണിവള വൈഡൂര്യം, അരമണിക്കിങ്ങനെ അരഞ്ഞാണം, യദുകുലരാഗിണി പ്രിയരാധ. സൂപ്പറായിരുന്നു. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭയങ്കരമായിട്ട് ആ ഭക്തി തോന്നി, രസിക്കാൻ പറ്റി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് പാർവതിക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. ഔട്ട് ഓഫ് 100. പാർവതി 97 on 100 ആണ് ലഭിച്ചിരിക്കുന്നത്. പാട്ട് നേരത്തെ അറിയണ പാട്ടല്ലേ? അല്ല, പഠിച്ചു പാടിയതാണോ? Oh. വെരി ഇംപ്രസീവ്, എക്സ്ട്രീംലി. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് താൻ പാടിയേ. കേട്ടതിന് എത്രയോ കൊല്ലായിട്ട് പാടുന്ന പാട്ട് പോലെ തോന്നി. ഇല്ല, ഭക്തി ആയതുകൊണ്ട് നമുക്കത് ഇങ്ങനെ വരുമല്ലോ പാടുമ്പോ. അപ്പൊ പാർവതി നല്ല മാർക്സ് ആണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു പാർവതി. താങ്ക് യു.